തെന്നിന്ത്യൻ താരം സാമന്ത മലയാളികൾക്കും വളരെയേറെ പ്രിയപ്പെട്ട നടിയാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തെന്നിന്ത്യൻ നടിയാണ് സാമന്ത വിത്ത് പ്രഭു. നടൻ നാഗചൈതന്യവുമായുള്ള വിവാഹവും വിവാഹമോചനവും ഒക്കെയാണ് സാമന്തയുടെ ജീവിതം കൂടുതൽ വാർത്തകളിൽ നിറച്ചത്. എന്നാൽ ഇപ്പോൾ സാമന്ത രണ്ടാമതും വിവാഹിതയാകാൻ ഒരുങ്ങുകയാണെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കുറച്ചു മാസങ്ങളായി നടിയുടെ പേരും പ്രമുഖ സംവിധായകന്റെ പേരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിലൊരു വിശദീകരണം നൽകാൻ സാമന്ത തയ്യാറായിട്ടില്ലെങ്കിലും അഭ്യൂഹങ്ങൾ ഓരോന്നായി വരികയാണ്. നടി സാമന്ത രണ്ടാമതും വിവാഹിതയാകാൻ പോവുകയാണ് എന്നാണ് ബെയ്ൻലുവാൻ പറയുന്നത്. നേരത്തെ വിവാഹിതനായിരുന്ന ആള് തന്നെയാണ് നടിയെയും വിവാഹം കഴിക്കുന്നത്. നേരത്തെ തെലുങ്കിലെ മുതിർന്ന താരം നാഗേശ്വര റാവുവിന്റെ പേരക്കുട്ടിയും നാഗാർജുനയുടെ മകനുമായ നാഗചൈതന്യയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. സാമന്ത ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യൻ ആചാരത്തിലും നാഗചൈതന്യ ഹിന്ദു ആയതിനാൽ അവരുടെ ആചാരങ്ങൾക്കനുസരിച്ചും രണ്ട് രീതിയിലായിരുന്നു വിവാഹം. എന്നാൽ സാമന്തയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നാഗയുടെ വീട്ടുകാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. 4 വർഷം കൊണ്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ച നാഗചൈതന്യ പിന്നീട് നടി ശോഭിത ധൂലിപാലയെ വിവാഹം കഴിച്ചു. ഈ സമയത്താണ് സാമന്തയ്ക്ക് ഗുരുതരമായൊരു അസുഖം ബാധിക്കുന്നത്. മേക്കപ്പ് അലർജി കൊണ്ടോ മറ്റോ സംഭവിച്ചതാണ്. ശരീരം മൊത്തം തടിപ്പുകൾ വന്നതോടെ വിദേശത്തു നിന്നും മറ്റുമൊക്കെ ചികിത്സയിലായിരുന്നു. ആ അസുഖത്തിൽ നിന്നും മുക്തയായ നടി വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി. മുൻപുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സെക്സിയായി കാണപ്പെടാനും തുടങ്ങി. മാത്രമല്ല, മുൻപത്തേതുപോലെ സിനിമകൾ വിജയിക്കാതെ വന്നതോടെയാണ് സാമന്ത വെബ് സീരീസുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. അതിലൂടെ പ്രശംസകളാണ് സാമന്തയ്ക്ക് ലഭിച്ചത്. അതിന്റെ സംവിധായകൻ രാജ് നിഡിമോരുവും സാമന്തയും തമ്മിൽ പ്രണയത്തിലാണ്. അടുത്തിടെ തിരുപ്പതി അടക്കം പല ക്ഷേത്രങ്ങളിലും ഒരുമിച്ചെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാമന്തയും രാജും വിവാഹിതരായെന്ന കഥയ്ക്ക് കാരണങ്ങളായത് ഈ സംഭവങ്ങളാണ്. ഡേറ്റിംഗിലായ സാമന്തയും രാജും പല പരിപാടികളിലും ഒരുമിച്ച് പോവുകയും യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇതുവരെ പ്രണയത്തിലാണെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രണ്ടാളും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. രാജ് നിഡിമോരു നേരത്തെ വിവാഹിതനാണ്. ശ്യാമിലി ദേ ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ. സാമന്ത രണ്ടാമതും വിവാഹിതയാകുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലും ഭാര്യയും മക്കളുമുള്ള ആളെ അതിനെ തിരഞ്ഞെടുത്തതിൽ നടിയുടെ ആരാധകർക്ക് അതൃപ്തിയുണ്ട്. ഇതൊന്നും സാമന്ത കാര്യമായി എടുത്തിട്ടില്ല. തനിക്ക് വന്ന പല സിനിമകളും സാമന്ത ഒഴിവാക്കി വിട്ടിരുന്നു. മാത്രമല്ല, ഡിവോഴ്സിന് കോടികൾ ജീവനാംശമായി കൊടുക്കാമെന്ന് നാഗചൈതന്യ പറഞ്ഞിരുന്നെങ്കിലും ഒരു പൈസ പോലും അവർ വാങ്ങിയിട്ടില്ല. ഞാൻ നന്നായിരിക്കുന്നു, ഇനിയും സിനിമയിൽ അഭിനയിച്ച് സമ്പാദിച്ചോളാം, മറ്റൊരാളുടെ ജീവനാംശം ആവശ്യമില്ലെന്നും പറഞ്ഞാണ് നാഗയെ അവർ ഉപേക്ഷിക്കുന്നത്.